ജയ് ഗണേഷ് വിഷു റിലീസായിട്ട് ഇന്നലെ റിലീസ് ചെയ്ത സിനിമയാണ്. രഞ്ജിത്ത് ശങ്കർ എഴുതി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ടൈറ്റിൽ ക്യാരക്ടറായിട്ട് ഉണ്ണി മുകുന്ദനാണ്, ഗണേഷ് എന്ന ക്യാരക്ടറായിട്ട് ഉണ്ണി മുകുന്ദനാണ് എത്തുന്നത്. ഇതൊരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. ഒരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 2 മണിക്കൂർ 5 മിനിറ്റാണ് ഈ സിനിമ ഡ്യൂറേഷൻ. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 3 മണിക്കൂറുള്ള അല്ലെങ്കിൽ 2.25 മണിക്കൂറുള്ള ഒരു വലിയ സിനിമ കണ്ടൊരു ഫീലായിരുന്നു കിട്ടിയത്. അത് ഈ സിനിമയുടെ വലിപ്പം കൊണ്ട് വലുതെന്നല്ല ഞാൻ പറയുന്നത്, ഭയങ്കര ടയറിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരുപാട് തവണ നമ്മൾ കണ്ട് മറന്ന തരത്തിലുള്ള ഒരു മീഡിയോക്കർ ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥലത്തും അങ്ങനെ എക്സൈറ്റ്മെൻറ്റോ കഥയിൽ ഇവർ പല കാര്യങ്ങൾ ഹാക്കിങ്ങിലൂടെ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പല പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ. പക്ഷെ അതൊന്നും എനിക്കതൊരു എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. ഈ പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ പക്ഷേ സ്ക്രിപ്റ്റിലാണ് കണ്ടുപിടുത്തമുള്ളത്. പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇവരിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നു. അതായത് ഈ പണ്ട് തൊട്ട് ഈ സിനിമകളിൽ ഒരു ഹാക്കറെ വെക്കും, ഒരു ത്രില്ലർ സിനിമകളിൽ ഒരു ഹാക്കർ കാണും. കാരണം ഈ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തപ്പോഴത്തേക്ക് ഈ ഒരു ഹാക്കർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് എന്തും കണ്ടുപിടിച്ച് ഓൺലൈനിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സിനിമ ഫുൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് ബ്രെയിൻ കൊണ്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് സ്ക്രിപ്റ്റിൽ വികസനങ്ങൾ ഉണ്ടാക്കാതെ ഹാക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് വേണം ചെയ്യാമല്ലോ, പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ, സോൾവ് ചെയ്യാമല്ലോ എന്നുള്ള ഇതിൽ ചെയ്യുന്നതായിട്ട് തോന്നി. ഇത്രയൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഒരു ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഇത് തീർത്തും മോശപ്പെട്ടൊരു സിനിമയല്ല. ഞാൻ ഒരു വാക്ക് അതിനിടയ്ക്ക് ആദ്യം പറഞ്ഞു, മീഡിയോക്കർ ത്രില്ലർ. അതായത് നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അയ്യോ നമ്മുടെ പൈസ പോയി, ഒരു മോശം സിനിമ കണ്ടു അങ്ങനൊരു ഫീൽ കിട്ടത്തില്ല. അതേസമയം ഒരു സൂപ്പർ സിനിമ കണ്ടു എന്നൊരു ഫീലും കിട്ടത്തില്ല. ടെക്നിക്കലി ഒക്കെ ഓക്കെയാണ് സിനിമ, സൗണ്ട്സ് ഗുഡ്, മോശം എന്ന് പറയാനില്ല, എങ്കിലും ഗ്രേറ്റ് അല്ല. ഇപ്പം വിഷ്വലായാലും ശരി, ഒരുപാട് പാട്ടുകളുണ്ട് ഈ ചെറിയ ബിറ്റുകളായിട്ട് വരുന്നത്, പാട്ടുകളായാലും ഒക്കെ. പെർഫോമൻസ് വൈസ് അങ്ങനെ ആർക്കും തന്നെ അതിഭീകര ഇത് കഴിച്ചു വെക്കാനുള്ള സാധനം തോന്നിയില്ല. മഹിമയ്ക്കായാലും ഒന്നും. ഉണ്ണി മുകുന്ദനാണ് അതിൽ സ്കോർ ചെയ്യാനുള്ളത്. പക്ഷേ പുള്ളി ഇമോഷൻ വൈസ് മുഖത്തെ ഭാവങ്ങൾ ഓക്കെ, പക്ഷേ ഡയലോഗ് ഡെലിവറി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ അലറുമ്പോഴും ഒക്കെ കുറേ അലറുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും ആ ഒരു ഇമോഷൻ കിട്ടുന്നില്ല. അത് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നി. അപ്പോൾ ആകത്തൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ടെക്നിക്കലി നല്ലതാണ്, സ്ക്രിപ്റ്റ് ഡീസൻ്റാണ്. പക്ഷെ ഒരിടത്ത് നമുക്കൊരു വൗ ഫാക്ടർ കിട്ടുന്നില്ല. ഒരു ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് പൈസ പോയില്ല, എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. രണ്ടിനെ നടുക്ക് നിൽക്കുന്ന ഒരു പ്രോപ്പർ ആവറേജ് 1 ടൈം വാച്ചബിൾ സിനിമയാണ്. ആ 1 ടൈം വാച്ച് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധം പറയത്തില്ല. ആകെ നമ്മളതിനൊരു അറ്റംപ്റ്റ് കൊടുക്കേണ്ടത് ഈ ഉണ്ണി മുകുന്ദൻ്റെ, രഞ്ജിത്ത് ശങ്കറിൻ്റെ ഒരു ഗട്ട്സിനാണ്. കാരണം ഇത്രയും വലിയ സിനിമകളുടെ കൂടെ ഒരു പ്രോപ്പർ തിയേറ്റർ സ്റ്റാഫ് അല്ലാത്തൊരു സിനിമ വിഷുവിന് ഇറക്കി വിട്ടത് ഒരു ധൈര്യമാണ്, അവരുടെ കണ്ടൻറ്റിലുള്ള ധൈര്യമാവാം. കണ്ടൻറ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ആഖ്യാന ശൈലി സ്ഥിരമായതുപോലെ അനുഭവപ്പെട്ടു. അപ്പോൾ ആകത്തൊക്കെ എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് വാച്ചായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്.